അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന പറയലാണ് എന്നും അതാണ് നമസ്കാരത്തിൻ്റെ ആരംഭമെന്നും നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ നമസ്കാരം ആരംഭിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്തൊഹൂർ തഹ്രീമുഹ അത്തക്ബീർ. നമസ്കാരത്തെ ഹറാമാക്കുന്നത് അഥവാ നമസ്കാരത്തിൻ്റെ പുറത്തുള്ള പലതും ഹറാമാകുന്നത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയാണ്. പിന്നെ നമ്മളവിടെ ഒരു പ്രധാനപ്പെട്ട മസ്അല പറഞ്ഞു. നമ്മൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ റുകൂഇലേക്ക് കുനിഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാൽ അത് ശരിയാവുകയില്ല എന്നുള്ളൊരു മസ്അല നമ്മൾ പറഞ്ഞിരുന്നു. നിന്നുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണം. ഇനി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന സുന്നത്തുകളാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കാൻ പോകണം. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന പറയലാണ്. അതോടുകൂടി റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തണം. അപ്പോൾ കൈകൾ ഉയർത്തി കൈകൾ കെട്ടണം. ആ വിഷയത്തിൽ കൈകൾ കെട്ടണോ അല്ലെങ്കിൽ കൈകൾ എവിടെ കെട്ടണം, കൈകൾ താഴ്ത്തിയിടണോ എന്ന രൂപത്തിലെല്ലാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അതിൽ ശരിയായ അഭിപ്രായം കൈകൾ ഉയർത്തി കൈകൾ കെട്ടണം എന്നുള്ളതാണ്. അപ്പോൾ കൈകൾ താഴ്ത്തിയിടണം എന്നുള്ള ഒരഭിപ്രായം മാലിക്കി മദ്ഹബിൽ നമുക്ക് കാണാം. കൈകൾ ഉയർത്തി കെട്ടുകയല്ല വേണ്ടത്, കൈകൾ താഴ്ത്തിയിടുകയാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം ശരിയാകുമോ? നമസ്കാരം ശരിയാകും. കാരണം കൈകൾ ഉയർത്തി കെട്ടുക എന്നുള്ളത് സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന പറയൽ റുക്കിനാണ്. എന്നാൽ അവിടെ കൈകൾ ഉയർത്തലും കെട്ടലും അതൊക്കെ സുന്നത്താണ്. അതുകൊണ്ടൊരാൾ കൈകൾ ഉയർത്തിയിട്ടില്ല എങ്കിലും കൈകൾ താഴ്ത്തിയിട്ടാലും ഒക്കെ അവന് നമസ്കാരം ശരിയാണ്. പക്ഷേ സുന്നത്തിൻ്റെ പ്രതിഫലം ധാരാളം അവന് നഷ്ടപ്പെട്ടു പോകും. നമസ്കാരം സുന്നത്തുകൾ ഒരുപാട് നഷ്ടപ്പെട്ട നമസ്കാരമായി തീരും, പ്രതിഫലം അവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കൈകൾ ഉയർത്തി കെട്ടണം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എന്തുകൊണ്ടാണ് മാലിക്കി മദ്ഹബ് പ്രകാരം കൈകൾ താഴ്ത്തിയിടണം എന്ന് പറയുന്നത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും കളിയാക്കാറുണ്ട്.
മാലിക്കി മദ്ഹബിനെ കളിയാക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. അവർ കൈകൾ താഴ്ത്തിയിടലാണ്, എന്നിട്ട് ഇങ്ങനെ പിന്നെ വെറുതെ ഇതൊക്കെ കാട്ടിയിരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളയുടെ അധ്യാപനത്തിൽ കൈകൾ താഴ്ത്തിയിടുക എന്നുള്ള ഒരു മസ്അല അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കണില്ല. മാലിക് റഹ്മത്തുള്ളയുടെ ഒരു ശിഷ്യൻ അദ്ദേഹം ആണ് അത് തെറ്റിദ്ധരിച്ചത്. അതെങ്ങനെ? മാലിക് റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിന് മുറിയായി. അങ്ങനെ കൈകൾക്ക് മുറിയായി അദ്ദേഹത്തിന് കൈകൾ ഉയർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൈകൾ താഴ്ത്തിയിട്ടാണ് നമസ്കരിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് കൈകൾ ഉയർത്താൻ സാധിക്കണില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കാണുകയും തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് മാലിക് റഹ്മത്തുള്ളയുടെ നിലപാട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നീട് മാലിക് മദ്ഹബ് പ്രകാരം കൈകൾ താഴ്ത്തിയിട്ട് നമസ്കരിക്കുന്ന രൂപം വന്നത്. യഥാർത്ഥത്തിൽ മാലിക് റഹ്മത്തുള്ളയുടെ അഭിപ്രായ പ്രകാരം കൈകൾ കെട്ടണം എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണ്? 4 മദ്ഹബിൻ്റെയും പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഇൻ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഹദീസ് സ്വഹീഹായി വന്നോ എൻ്റെ കാര്യം തള്ളണം. ഞാൻ പറഞ്ഞത് ഹദീസിനെതിരാണെങ്കിൽ അത് തള്ളണം. ഹദീസ് സ്വഹീഹായി വന്നോ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളയുടെ ഒരു ഹദീസ് ഗ്രന്ഥമാണ് അൽ മുവത്വ. ലോകത്തിലെ ആദ്യ ഹദീസ് ഗ്രന്ഥമാണ് മുവത്വ. ഈ മുവത്വയിൽ ഇമാം മാലിക് റഹ്മത്തുള്ള കൊണ്ടുവന്ന സ്വഹീഹായ ഒരു ഹദീസാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കെട്ടുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ മാലിക് റഹ്മത്തുള്ള അംഗീകരിച്ച കാര്യം എന്താണ്? കൈകൾ കെട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശരി, ഇനി കൈകൾ ഉയർത്തി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം കൈകൾ കെട്ടുന്നതിന് മുമ്പ് ഉയർത്തണം. അപ്പം നമ്മൾ നേരിട്ട് വന്നിട്ട് കൈകൾ ഉയർത്താതെ കെട്ടുക, അത് സുന്നത്തിനോട് എതിരായ രൂപമാണ്. കൈകൾ ഉയർത്തി കെട്ടണം. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ 2 രൂപത്തിൽ നമുക്ക് കൈകൾ ഉയർത്താൻ പറ്റും. ഇപ്പോൾ നമ്മളെ പള്ളിയിൽ ഒരു 10 ആൾക്കാർ നിസ്കരിക്കേണ്ട 10 ആൾക്കാരും 10 രൂപത്തിലെ കൈകൾ ഉയർത്തുണ്ടാവുക. ചില ആൾക്കാർ നല്ലോണം പൊന്തിക്കും, ചില ആൾക്കാർ കുറച്ച് പൊന്തിക്കും, ചില ആൾക്കാർ ഇങ്ങനെ പിന്നിക്കൊണ്ടാവും അല്ലേ. ഇങ്ങനെയൊക്കെ രൂപങ്ങൾ കാണാൻ പറ്റും. 2 രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒന്ന്, ഇത് കണ്ടോ, ചുമൽ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമൽ വരെ കൈകൾ ഉയർത്തി. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസാണ്. അദ്ദേഹം പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഫി സ്വലാത്തി റഫഅ യദൈഹി ഹത്താ യകൂന ഹദ്വ മൻകിബൈഹി. ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, പ്രവാചകൻ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ചുമൽ വരെ കൈകൾ ഉയർത്തും. അപ്പോൾ ചുമൽ വരെയാണ് കൈകൾ ഉയർത്തേണ്ട ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ ഒന്ന്, ചെവി വരെ കൈകൾ ഉയർത്താം. ചെവി വരെ. അത് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അദ്ദേഹം പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ കബ്ബറ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് വേണ്ടി തക്ബീർ കെട്ടിയാൽ റഫഅ യദൈഹി ഹത്താ യുഹാദിയ ബിഹിമാ ഉദുനൈഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചെവി വരെ കൈകൾ ഉയർത്തുമായിരുന്നു. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ചുമൽ വരെ അല്ലെങ്കിൽ ചെവി വരെ, ഇങ്ങനെ 2 മാത്രമാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ അതല്ലാത്ത രൂപത്തിൽ കൈകൾ ഉയർത്തിയാലോ അവന് നമസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതൊക്കെ സുന്നത്തിനെതിരാണ്. പ്രതിഫലാർഹമായ രൂപം, സുന്നത്തിനോട് യോജിച്ച രൂപം ഈ 2 മാത്രമാണ്. ഒന്നെങ്കിൽ ചുമൽ വരെ കൈകൾ ഉയർത്തുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തി നമുക്ക് ചെവി വരെ. ഇപ്പോൾ ഈ 2 രൂപത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത്. ഇനി കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, എങ്ങനെയായിരിക്കണം കൈപ്പള്ള, ഈ കൈയുടെ പത്തി അതെങ്ങനെയായിരിക്കണം? അതിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത്, കൈകളെല്ലാം കണ്ടോ നിവർത്തി പിടിച്ചിരിക്കണം, വിരലുകളെല്ലാം നിവർത്തി പിടിച്ചിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഫിസ്സലാത്തി റഫഅ യദൈഹി മദ്ദാ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ കൈകൾ നീട്ടിപ്പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നമസ്കാരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മളെ കൈകൾ ഇങ്ങനെ ആക്കി പിടിക്കുക അല്ലേ, ആ രൂപം പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി പിടിക്കുക, ഇതൊന്നും പാടില്ല. നമ്മൾ നേരെ ഇങ്ങനെ നിവർത്തി പിടിക്കുന്ന രൂപമായിരിക്കണം, കൈകൾ നിവർത്തി പിടിക്കുന്ന രൂപമായിരിക്കണം. ഇതിൽ കാണാണ്ടല്ലോ. അതുപോലെ തന്നെ മൽമൂമത്തൈ അൽ അസ്വാബ്, വിരലുകൾ കൂട്ടിപ്പിടിക്കണം. അപ്പോൾ വിരലുകൾ വിടർത്തി പിടിക്കാൻ പാടില്ല, വിരലുകൾ എല്ലാം കൂട്ടിപ്പിടിക്കണം. മുസ്തഖ്ബിലൻ ബിഹിമ അൽ ഖിബില, ഖിബിലയുടെ നേരെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ മുകളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്കോ ഒന്നുമല്ലാതെ ഇങ്ങനെ ഖിബിലയുടെ നേരെയായിട്ടായിരിക്കണം പിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ ചുമൽ വരെ ഉയർത്തണം, അല്ലെങ്കിൽ ചെവി വരെ ഉയർത്തണം.
ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ച അവസ്ഥയിലായിരിക്കണം, വിരലുകളെല്ലാം കൂട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കണം, കൈപ്പള്ള നേരെ കിബിലയുടെ നേരെയായിരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപം ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കൈകൾ ഉയർത്തി, ഈ ഉയർത്തിയ കൈകൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് താഴ്ത്തിയിടല്ല വേണ്ടത്, അത് കെട്ടുകയാണ് വേണ്ടത്. അപ്പോൾ എവിടെ കെട്ടണം? വലതിൻ്റെ മുകളിൽ ഇടത് വെക്കണോ, ഇടതിൻ്റെ മുകളിൽ വലത് വെക്കണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നാ മആശിറൽ അംബിയാ, ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹങ്ങൾ ഉമിർന അന്നു അജ്ജില ഇഫ്താറന വനു അഖിറ സുഹൂറന, നോമ്പ് തുറക്കൽ നേരത്തെ ആക്കാനും നോമ്പ് ഇഫ്താർ അത് കുറച്ച് നോമ്പ് പ്രഭാത സമയം അത് കുറച്ച് വൈകിപ്പിക്കാനും നോമ്പ് തുറക്കൽ നേരത്തെ ആക്കാനും ഞങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വനല ഐമാനന അലാ ശമാഇലിന ഫിസ്സലാത്ത്, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ട 3ാമത്തെ കാര്യം ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെക്കലാണ്. അപ്പോൾ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെക്കണം, അതാണ് രൂപം. ഇനി ഈ കൈകൾ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ എവിടെ വെക്കണം? നമുക്ക് എവിടെയൊക്കെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെയൊക്കെ വെക്കാമല്ലോ. എവിടെ വെക്കണം? ഇടത്തെ കൈയിൻ്റെ ഏത് ഭാഗത്ത് വലത്തെ കൈ വെക്കണം? 3 രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. 1ാമത്തെ രൂപമാണ് ഇതവിടെ കാണുന്നത്. ഇതിൽ വലത്തെ കൈ എവിടെ വെച്ചിരിക്കണത്? നമ്മളെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിനാണ് കഫ് എന്ന് പറയാം, അഥവാ കൈപ്പത്തി. നമ്മൾ കൈപ്പത്തി അറിയണ കഫ്. പിന്നെ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻ്റാണ് റുസുഖ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ കുറച്ചടിയേക്കുള്ള ഭാഗത്തിനാണ് സായിദ് എന്ന് പറയാം, അറബി ഭാഷയിലെ പ്രയോഗങ്ങൾ. ഇതിലേക്ക് 3ലേക്കും ചേർത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, സുമ്മ വല്ലഅ യദഹുൽ യുംന, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ വെച്ചു, അലാ കഫിഹിൽ യുസ്ര, ഇടത്തെ കൈയിൻ്റെ കഫിൽ റുസുഖിലും സായിദിലും. അപ്പോൾ നമ്മുടെ ഈ വലത്തെ കൈപ്പത്തി ഇടത്തെ കൈപ്പത്തിയിലും ഈ ജോയിൻറ്റിലും ഈ ഭാഗത്തുമായിട്ട് വരുന്ന രൂപത്തിലാണ് 1ാമത്തത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പം അതിൽ വലത്തെ കൈപ്പത്തി ഇടത്തെ കൈപ്പത്തിയിലും വന്നു, ഈ റുസുഖിലും തട്ടി, സായിദിലും തട്ടി. ഇങ്ങനെ 3ലേക്കും പാടെ തട്ടുന്ന രൂപത്തിലാണ് 1ാമത്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിരുന്നു. ഇനി 2ാമത്തൊരു രൂപം കുറച്ചുകൂടി ഇടത്തെ കൈയിൻ്റെ ഈ ഭാഗത്തേക്കാക്കിയിട്ട്, അഥവാ ഇടത്തെ കൈയിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വെക്കുക. ഇതിനാണ് അറബിയിൽ ദിറാ എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാനൻ നാസു യുഅ്മറൂന അയ്യല അർറജുലു യദൽ യുംന അലാ ദിറാഇഹിൽ യുസ്ര ഫിസ്സലാത്ത്, ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ഇടത്തെ കൈയിൻ്റെ ദിറായിൽ കൈ വെക്കണമെന്നുള്ളത്. അപ്പോൾ ഇടത്തെ കൈയിൻ്റെ ദിറായിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ കഫിലും റുസുഖിലും സായിദിലും പാടെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ വെക്കുന്ന രൂപമാണെങ്കിൽ അതിൽ 2ാമത്തൊരു സ്ഥാനം ഈ ദിറായിൽ. അപ്പം ഇങ്ങനെ. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പിടിക്കും, അതൊക്കെ തെറ്റായ രൂപമാണ്. ഇങ്ങനെ പിടിക്കും, ഇതൊക്കെ തെറ്റായ രൂപങ്ങളാണ്. ശരിയായ 2 രൂപം ഈ പറഞ്ഞത്. ഇനി 3ാമതൊരു രൂപമുണ്ട്, അത് വെക്കലല്ല, അത് പിടിക്കലാണ്. ഇപ്പം നമ്മൾ രണ്ടും പറഞ്ഞത് വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കലാണ്. ഇനി പിടുത്തം, കബിള് എന്ന് പറയും. കണ്ടോ, കാണാണ്ടല്ലോ അല്ലേ പിന്നിലൊക്കെ, ഇത് കബിള് എന്ന് പറയും. വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖായിമൻ ഫിസ്സലാത്തി, റസൂൽ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഞാൻ റസൂലിനെ കണ്ടു, ഖബല ബിയമീനിഹി അലാ ശിമാലിഹി, റസൂൽ തൻ്റെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ മുകളിൽ പിടിച്ചു. വലത്തെ കൈയിൻ്റെ മുകളിൽ, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ മുകളിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ കൈയിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ റുസുഖ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇങ്ങനെയാണത്. ഇവിടെ ഇങ്ങനെ പിടിക്കലല്ല, ഈ റുസുഖിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ 2 ജോയിൻ്റ് ഉണ്ടല്ലോ,
ഇതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 രൂപം പറഞ്ഞു. 3 രൂപം ഒന്ന് കാണിക്കുക. ഒന്ന്, ഈ 3 രൂപങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ശരി, ഇനി ഈ കൈകൾ ഇപ്പം നമ്മൾ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ചു, ഒന്നേ വെച്ചു അല്ലെങ്കിൽ പിടിച്ചു. ഇനി ഇത് ശരീരത്തിൻ്റെ എവിടെ വെക്കണം? പുക്കിളിൻ്റെ അടിയിൽ വെക്കണോ, പുക്കിളിൻ്റെ മുകളിൽ വെക്കണോ, നെഞ്ചത്ത് വെക്കണോ, എവിടെ വെക്കണം? അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഹദീസിൽ കാണാം, അന്നസുന്നത്ത വൽഉൽ അകുഫി അലൽ അകുഫി തഹ്ത സുറത്തി. ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെക്കണം, തഹ്ത സുറത്തി, പുക്കിളിൻ്റെ അടിയിലായിട്ട്. അതുകൊണ്ട് ചില മദ്ഹബ് പ്രകാരം പുക്കിളിൻ്റെ അടിയിലാണ് കൈകൾ വെക്കേണ്ടത്. പക്ഷേ അങ്ങനെ വെക്കുക, അത് ഹനഫി മദ്ഹബ് ആയതുകൊണ്ടാണ്. പക്ഷേ ആ ഹദീസ് ദുർബലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഹദീസ് വെച്ച് നമുക്ക് തെളിവെടുക്കാൻ പറ്റില്ല. ചില ഹദീസ് പ്രകാരം സുറയുടെ മുകളിൽ, അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്, ഒക്കെ ലഈഫാണ്. ആ വിഷയത്തിൽ ഒരു ഹദീസ് മാത്രമാണ് ഹസൻ, സ്വഹീഹിൻ്റെ ഒരു ദർജയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഹദീസ് മാത്രമാണ്. അത് വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നമസ്കരിച്ചു. വവളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര, റസൂൽ വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വെച്ചു. അലാ സ്വദിരിഹി, റസൂൽ തൻ്റെ സ്വദറിൽ വെച്ചു. ഈ ഒരു ഹദീസ് മാത്രമാണ് അതിൽ സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത്. ഹസൻ എന്ന ദർജയിലാണ് അതുള്ളത്. സ്വദറി എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാഗം? അപ്പോൾ ചില ആൾക്കാർ സ്വദറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറ്റി വെക്കും. ഇതാണോ സ്വദറ്? അല്ല. ചിലപ്പോൾ ഇങ്ങനെ ഡേഞ്ചർ ചിഹ്നം പോലൊക്കെ ഇങ്ങനെ വെക്കും. അതല്ല സ്വദറ്, ഇത് നെഹറാണ്. ഇത് നെഹറാണ്. സ്വദർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് അടിയിലുള്ള ഭാഗം, നമ്മളെ ഈ പോക്കറ്റൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഹൃദയമൊക്കെ വരുന്ന പോക്കറ്റൊക്കെ വരുന്ന ഭാഗം, ഇതിനാണ് സ്വദർ എന്ന് പറയാം. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ കൈകൾ വെക്കേണ്ടത്. ഇനി സ്വദർ എന്ന് പറയുമ്പോഴും ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, അവർ സ്വദർ അറിയുമ്പോൾ കൽബല്ലേ, ഹൃദയമല്ലേ, അപ്പോൾ ഹൃദയം ഈ ഭാഗത്തല്ലേ, അപ്പോൾ ഇങ്ങനെ വെക്കണ കണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് ചേർത്ത്. അതൊന്നും ശരിയല്ല. ശരിയായ രൂപം ഏതാണ്? നമ്മൾ ഇവിടെ ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗത്ത് ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെക്കലാണ്. അപ്പോൾ നമ്മൾ പൊക്കിളിൻ്റെ മുകളിൽ നെഹറിൻ്റെ അടിയിൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിൻ്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ, നെഞ്ചിൽ കൈവെക്കുകയും ചെയ്യുക. ആ ആയത്തിന് അങ്ങനെ തഫ്സീർ ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ശരിയായ അഭിപ്രായം എന്താണ്? ഈ ഭാഗത്ത് കൈകൾ വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിത്രത്തിൽ നമുക്ക് കണ്ടാവുന്ന മനസ്സിലാവും. കണ്ടോ, ഈ പോക്കറ്റ് വരുന്ന ഈ ഭാഗത്ത് അവിടെയാണ് കൈകൾ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കൈകൾ ഉയർത്തുമ്പോൾ ചുമല് വരെയാണ് ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ ചെവി വരെയാണ് ഉയർത്തേണ്ടത്. 2, കൈകൾ ഉയർത്തുമ്പോൾ കൈകൾ ഇങ്ങനെ നിവർത്തി പിടിക്കണം. 3, വിരലുകളെല്ലാം കൂട്ടിപ്പിടിക്കണം. 4, കൈ ഖിബിലക്ക് നേരെയായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ കൈ വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മുകളിലാണ് പിന്നീട് വെക്കേണ്ടത്. അതന്നെ എവിടെ വെക്കണം? ഒന്നുകിൽ കൈപ്പത്തിയുടെ മുകൾ ഭാഗം, ഇടത്തെ കൈയിൻ്റെ മുകൾ ഭാഗം, അതേപോലെ ഈ റുസുഖ്, ഈ സാഇദ്, ഈ 3ലേക്കും പാടെ ചേർന്ന് വരുന്ന രൂപത്തിൽ വെക്കണം. അല്ലെങ്കിൽ ഈ ദിറാ ആ ഭാഗത്തായിട്ട് വരുന്ന രൂപത്തിൽ വെക്കണം. 3ാമതൊരു രൂപം ഖബൽ ചെയ്യുക, പിടിക്കുക. അപ്പോൾ ഇടത്തെ കൈയിൻ്റെ ഈ ജോയിൻറ്റിൽ വലത്തെ കൈ കൊണ്ട് പിടിക്കുക. ഇത് എവിടെ വെക്കണം? ഇത് നെഞ്ചിൽ വെക്കണം. നെഞ്ചി എന്ന് പറയുമ്പോൾ ഈ പോക്കറ്റൊക്കെ വരുന്ന ആ സ്വദറിൻ്റെ ഭാഗത്തായി കൊണ്ട് വെക്കണം. അപ്പോൾ കൈ ഉയർത്തി കെട്ടുന്ന രൂപം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം കാണിക്കുക ചുമല് വരെ ഉയർത്തുന്നതാണ്, പിന്നെ ചെവി വരെ ഉയർത്തുന്നത്. ഇതാണ് അതിൽ സുന്നത്തായ രൂപം. ശരി, ഇനി അടുത്ത ഒന്ന്. അങ്ങനെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, നമ്മൾ ചൊല്ലി കൈകളൊക്കെ കെട്ടി, നമ്മൾ ഇലാ ഐന യൻദുറുൽ മുസല്ലി, എവിടേക്ക് നമസ്കാരക്കാരൻ നോക്കണം. ഇപ്പോൾ നമസ്കരിക്കുന്ന ആൾ എവിടേക്കാണ് നോക്കേണ്ടത്?
നമസ്കരിക്കുന്ന ആൾ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. അതാണ് പ്രബലമായ ഒരഭിപ്രായം. കാരണം ഹദീസിൽ കാണാം, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബത, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് പ്രവേശിച്ചു. മാ ഖല്ലഫ ബസറുഹു മൗളിഅ സുജൂദിഹി ഹത്താ ഖറജ മിൻഹ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് വരുന്നത് വരെ തൻ്റെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്ത് നിന്നും പോയിട്ടില്ല. അപ്പോൾ സുജൂദിലേക്കാണ് നമസ്കാരക്കാരൻ നോക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ അഭിപ്രായം, മഅ്മൂമാണ് എങ്കിൽ ഇമാമിനെ നോക്കാം. മഅ്മൂമാണ് എങ്കിൽ നേരെ ഇമാമിനെ നോക്കാം. എന്താണ് അതിന് തെളിവ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്, അതിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ദുഹ്രി വൽ അസ്രി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ്റിലും അസ്റിലും ഓതിയിരുന്നോ? അപ്പോൾ അദ്ദേഹം പറയണം നഅം, റസൂൽ ഓതിയിരുന്നു. അപ്പോൾ ഈ താബി പണ്ഡിതൻ ചോദിക്കുകയാണ്, ബി അയ്യി ഷൈഇൻ കുന്തും താരിഫൂൻ, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നത്? കാരണം ഉറക്കല്ലല്ലോ ഓതുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ബിൽ തിറാബി ലിഹ്യതിഹി, റസൂലിൻ്റെ താടി ഇങ്ങനെ ഇളകണേ ഞങ്ങൾക്ക് കാണുമായിരുന്നു. താടി ഇളകുമ്പോൾ ഓതുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സുജൂദിക്കാൻ നോക്കണെന്ന് വെച്ചാൽ റസൂലിൻ്റെ താടി ഇളകണേ കാണോ? ഇല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു ഹദീസിൽ സ്വഹാബാക്കൾ പറയാണ്, ലം ലാ യഹ്നു അഹദും മിന്നാ ലഹ്റഹു ഹത്താ നറാഹു ഖദ് സജദ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു എന്ന് ഞങ്ങൾ കണ്ടാൽ അപ്പോൾ മാത്രമേ ഞങ്ങളുടെ മുതുകകൾ ഞങ്ങൾ വളക്കുമായിരുന്നുള്ളൂ. ഈത്ദാലിൽ നിന്ന് സുജൂദുക്കുവാൻ റസൂൽ നെറ്റി കൊണ്ടുപോയി വെച്ചത് കണ്ടാലേ ഞങ്ങൾ വളയുമായിരുന്നുള്ളൂ. അപ്പോൾ റസൂൽ കൊണ്ടുപോയിട്ട് വെക്കുന്നത് എങ്ങനെ ഓല് കാണുന്നത്? ഓൽ റസൂലിനെ നോക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഒരു അഭിപ്രായം, മുസല്ലി നമസ്കാരക്കാരൻ നോക്കേണ്ടത് അവന് ഇമാമിനെ നോക്കാം എന്നൊരഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ഇമാമിനെ നോക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെ? ഇപ്പോൾ കുറേ അപ്പുറത്തുള്ള ആൾ, സൈഡിലുള്ള ആളെങ്കിൽ ഓനിങ്ങനെ ഇമാമിനെ എത്തി വെക്കാമെന്നാണോ? അല്ല, ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഓനിക്ക് ഇമാമിനെ നോക്കാം. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. നമ്മൾക്ക് ഏതാണോ കൂടുതൽ ഖുശൂ കിട്ടാൻ അനിവാര്യമാണ്, അത് സ്വാഭാവികമായും സുജൂദ് നോക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ രൂപം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ശരി, അങ്ങനെ നമ്മൾ സുജൂദിലേക്കൊക്കെ നോക്കി തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ കെട്ടി, കയ്യൊക്കെ കെട്ടി. ഇനി ദുആഉൽ ഇസ്തിഫ്താഹ് ചെല്ലണം. ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന ചെല്ലൽ സുന്നത്താണോ റുക്കിനാണോ വാജിബാണോ? സുന്നത്താണ്. സുന്നത്താണ് പ്രാരംഭ പ്രാർത്ഥന ചെല്ലൽ. ഏതാണ് പ്രാരംഭ പ്രാർത്ഥന? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി. അതല്ലാതെ വാർ ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ടോ? ഏതാ? അല്ലാഹു ബഅദ ബൈനി. രണ്ടായി. ഇനിയുണ്ടോ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ. ഇനിയുണ്ടോ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക. ഇനിയുണ്ടോ? ഒരുപാട് ദുആഉൽ ഇസ്തിഫ്താഹുകളുണ്ട്. നമ്മൾ സാധാരണ ചെല്ലിൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. നമ്മൾ അത്ര വരെ ചെല്ലലുള്ളൂ. എന്നാൽ അതുവരെ പഠിച്ചിട്ടുള്ളത്. ശരിക്കും വജ്ജഹത്തു അത്ര അല്ലല്ലത്. വജ്ജഹത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രാത്രി നമസ്കാരങ്ങളിൽ ചെല്ലിയിരുന്നതാണ്. കാരണം വജ്ജഹത്തു നമ്മളിപ്പോൾ ചെല്ലണ അത്ര ഇഞ്ഞുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അൻതൽ മലികു വഅന അബ്ദുക ളലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമിഅ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത പറഞ്ഞ വജ്ജഹത്തു ഇനിയുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ പകുതി വെച്ച് കട്ടിയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ശരിയായ രൂപമല്ല, പകുതി മാത്രം ചെല്ലി നിർത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ നല്ല ദുആഉൽ ഇസ്തിഫ്താഹുകൾ വേറെയുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായ കമാ യുനഖ്ഖ സൗബുൽ അബീദു മിനദ് ദനസ് അല്ലാഹുമ്മ ഗ്സിൽ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദി. അത് മുഴുവൻ ഇസ്തിഗ്ഫാറാണ്. നല്ല പ്രാർത്ഥന. അത് മുഴുവൻ ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെ കിഴക്കും പടിഞ്ഞാറും എത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസത്തിലേക്ക് നീ മാറ്റണമേ. വെള്ള വസ്ത്രം അതിലഴുക്കായാൽ അത് കഴുകി വൃത്തിയാക്കുന്നത് പോലെ എൻ്റെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കി തരണം എന്നുള്ള പ്രാർത്ഥനയാണ് അത്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ ഒന്നാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇതാണ് ഒരു ഭാഗം പണ്ഡിതന്മാരൊക്കെ ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ച് പറയാറുള്ളത്. കാരണം അത് ചെറുതാണ്. അപ്പോൾ ഇമാമത് ഓതുമ്പോൾ മഅ്മൂമിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നാലാമത്തൊന്ന് അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹ്. ഇത് വളരെയധികം ശ്രേഷ്ഠതയുള്ളൊരു ദുആഉൽ ഇസ്തിഫ്താഹാണ്. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഈ ദുആഉൽ ഇസ്തിഫ്താഹ് ഒരു സ്വഹാബി ചൊല്ലിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത്?
അപ്പോൾ ഒരു സ്വഹാബി റസൂലെ ഞാനാ പറഞ്ഞത്. അപ്പോൾ റസൂൽ പറയാണ് ലഖദ് റഅയ്തു ഇസ്നൈ അശറ മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യർഫഉഹ. ഞാൻ 12ഓളം മലായിക്കത്തുകളെ കണ്ടു. അവർ മത്സരിച്ചു. ഈ ദിക്ർ ആദ്യം ആരുയർത്തും, ഞാനുയർത്തും എന്ന് പറഞ്ഞ് അവർ മത്സരിക്കുന്നത് കണ്ടു. അത്രയും ശ്രേഷ്ഠത ദിക്റാണ്, വളരെ ലളിത. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. അത് പഠിച്ചാലൊരു ഉപകാരം എന്താ വെച്ചാൽ അത് എഴുത്തിദാലിലും ചെല്ലാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് രണ്ടവിടത്തും അത് ഉപയോഗിക്കാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. അപ്പോൾ 4 ആയില്ലേ. ഇനി വേറെയുണ്ട്. റസൂൽ രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്ന അല്ലാഹുമ്മ റബ്ബ എങ്ങനെ മനസ്സിലായില്ല? അത് ഹംദു സലാത്തും ചെല്ലല്ലേ. അത് നമ്മളും ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹംദു സലാത്തും നമ്മളും ചെല്ലണം. ശരി. 5ാമത്തെ ദുആ ഇസ്തിഫ്താഹ് അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിക ഇന്നക മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. ഇതൊരു ദുആ ഇസ്തിഫ്താഹാണ്, നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണ്. 6ാമത്തെ ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ചൊല്ലിയാണ് അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല. ഇത് കേട്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജിബ്തു ലഹ, എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഫുത്തിഹത്ത് ലഹ അബ്വാബുസ്സമാ, അത് ചെല്ലിയപ്പോൾ ആകാശ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു. അപ്പോൾ അത് വളരെയധികം ശ്രേഷ്ഠതയുടെ ദുആ ഇസ്തിഫ്താഹാണ്. അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല. അപ്പോൾ 6 ആയില്ലേ. ഇനി വേറൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ റളിയല്ലാഹു അൻഹ പറയാണ് കാന യുസബ്ബിഹു അശ്റ, റസൂൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയും. വയഹ്മദു അശ്റ, 10 പ്രാവശ്യം അൽഹംദുലില്ലാ പറയും. വയുകബ്ബിറു അശ്റ, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയും. വയുഹല്ലിലു അശ്റ, 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. വയസ്തഗ്ഫിറു അശ്റ, 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്, ഇത് 10 പ്രാവശ്യം ഓരോന്ന് നിർവഹിക്കും. എന്ന് റസൂൽ പറയും അല്ലാഹുമ്മ ഗഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി അഊദു ബില്ലാഹി മിൻ ലീഖിൽ മഖാമി യൗമൽ ഖിയാമ. ഇതൊരു ദുആ ഇസ്തിഫ്താഹാണ്. ഇനി ഒന്നുകൂടി നമുക്ക് പറയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരങ്ങളിൽ നിർവഹിച്ചിരുന്ന ഒരു ദുആ ഇസ്തിഫ്താഹാണ്, കുറച്ച് വലുതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർള് വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർള് വലക്കൽ ഹംദു അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന അൻതൽ ഹഖ്ഖു വഅദുകൽ ഹഖ്ഖു വഖൗലുകൽ ഹഖ്ഖു വലിഖാഉകൽ ഹഖ്ഖു വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വസ്സാഅത്തു ഹഖ്ഖുൻ അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു അലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു വഇലൈക ഹകംതു ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു അൻത ഇലാഹി ലാ ഇലാഹ ഇല്ലാ അൻത. ഇതൊരു ദുആ ഇസ്തിഫ്താഹാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ 8 പറഞ്ഞു? 8 പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു വജ്ഹത്തുൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ചെറിയത് നമ്മൾ 2-3 പറഞ്ഞല്ലോ, അത് നമ്മൾ ഏതെങ്കിലും 1-2 പഠിക്കുക. കാരണം അത് എന്തിനാണ്? നമ്മളിപ്പോൾ വജ്ഹത്ത് മാത്രം പഠിച്ചാലേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഏത് തഹജ്ജുദ് നിസ്കാരത്തിനാണെങ്കിലും കയ്യണ്ട് കെട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വജ്ഹത്തോണ്ട് വരും. അപ്പോൾ ആ ഖുശൂ നമുക്ക് ഇല്ലാതാവും. നേരെ മറിച്ച് 2-3 പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിലും ഇന്നത് ചെല്ല ഇന്നത്, അപ്പോൾ നമ്മൾക്കൊരു ഖുശൂ കൂടാൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ദുആ ഇസ്തിഫ്താഹുകൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രാവർത്തിയാക്കുക. ഇനി ദുആ ഇസ്തിഫ്താഹിൽ നമുക്കുള്ള ഒരു മസ്അലയാണ് ഹൽ യജ്മഉൽ ഇൻസാൻ ബൈന നൗഐനി മിൻ ദുആ ഇസ്തിഫ്താഹ്. ഒരു നിസ്കാരത്തിൽ തന്നെ 2 ദുആ ഇസ്തിഫ്താഹ് ചെല്ലുക. ഇപ്പോൾ നമ്മൾ കുറേ ഇനങ്ങൾ പറഞ്ഞില്ലേ, എല്ലാതും ചെല്ലാൻ പറ്റുമോ? ഇല്ല, ഒരെണ്ണേ ചെല്ലാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, അയാൾ ദുആ ഇസ്തിഫ്താഹ് ചെല്ലാൻ മറന്നു, നേരെ ഫാത്തിഹ ഓതി തുടങ്ങി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അപ്പോൾ ഓർമ്മ ദുആ ഇസ്തിഫ്താഹ് ചെല്ലിയിട്ടില്ലല്ലോ. ഇനി തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് മടങ്ങാൻ പറ്റുമോ? അഥവാ തിരിച്ചെല്ലാൻ പറ്റൂല. കാരണം നമ്മൾ റുക്കിനിലേക്ക് പ്രവേശിച്ചു, സുന്നത്താണ് പോയത്. അപ്പോൾ ഇനി സുന്നത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ചു മടങ്ങാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, നമുക്ക് തറാവീഹ് നമസ്കാരത്തിലൊക്കെ 2 റക്അത്താണല്ലോ നമസ്കരിക്കുക, അല്ലെങ്കിൽ തഹജ്ജുദിലൊക്കെ. അപ്പോൾ ഓരോ 2 റക്അത്തിലും നമ്മൾ ദുആ ഇസ്തിഫ്താഹ് ചെല്ലണോ, അതല്ല ആദ്യം നമസ്കാരം തുടങ്ങുമ്പോൾ മാത്രം ചെല്ലിയാൽ മതിയോ? ഓരോന്നിലും ചെല്ലണം, നിർബന്ധമല്ല. ഓരോന്നിലും ചെല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഒരെണ്ണത്തിൽ മാത്രം ചെല്ലിയാൽ അത് എല്ലാവർക്കും ബാധകമാവില്ല എന്നർത്ഥം. കൂലി കിട്ടണമെങ്കിൽ ഓരോന്നിൽ നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ചെല്ലണം. ഇനി മറ്റൊന്ന്, ഇത് നേരെ ശ്രദ്ധിക്കുക. നമ്മൾ
എന്ത് ചെയ്തു? ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കിന് ഇമാം റുക്കൂയിലാണ്. അപ്പോൾ നമ്മൾ വേഗം ഇമാമിൻ്റെ ഒപ്പം റുക്കൂയിലേക്ക് പോയി നമുക്ക് റക്കായത്ത് കിട്ടി. അങ്ങനെ നമുക്ക് ദുആ ഇസ്തിഫ്താഹും ഫാത്തിഹ ഒന്നും ചെല്ലാൻ സമയം കിട്ടിയില്ല. നമ്മൾ നേരെ റുക്കൂയിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഇപ്പം നമ്മൾ നമസ്കാരം തുടങ്ങുകയാണ്. നമ്മൾ ഇപ്പോൾ ദുആ ഇസ്തിഫ്താഹ് ചെല്ലണോ അതോ വേണ്ടേ? എങ്ങനെ? അതല്ല, നമ്മൾ റുക്കൂ കഴിഞ്ഞു, ഇത്താല് കഴിഞ്ഞു, സുജൂദൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചു. അപ്പം ഇനി നമ്മൾ ചെല്ലണോ എന്നുള്ളതാണ്. ചെല്ലണ്ട. അതിൻ്റെ അസ്ല് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ദുആഉൽ ഇസ്തിഫ്താഹ് നിസ്കാരത്തിൻ്റെ തുടക്കത്തിലാണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നിൽക്കുകയാണ്, ഫാത്തിഹ ആദ്യമായിട്ട് ഓതാൻ തുടങ്ങുകയാണ്. പക്ഷേ നമ്മളെ റക്അത്ത് എത്രാമത്തതാ? രണ്ടാമത്തതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലല്ല. അപ്പോൾ നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹ് ചെല്ലണ്ട. ഇനി നേരെ മറിച്ച് നമ്മൾ വന്നപ്പോൾ ഇമാമു സുജൂദിലാണ്, അല്ലെങ്കിൽ എഴുത്തിദാലിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇമാമിൻ്റെ ഒപ്പം ചേർന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റക്അത്തേക്ക്, ഇമാമിൻ്റെ രണ്ടാമത്തെ റക്അത്തേക്ക് നമ്മൾ എഴുന്നേറ്റു. പക്ഷേ നമ്മൾ എത്രാമത്തെ റക്അത്താ? ഒന്നാമത്തെ. അതിൽ നമ്മൾക്ക് ചെല്ലാം. അപ്പോൾ നമസ്കാരം ആരംഭിക്കുമ്പോഴാണ് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന. അപ്പോൾ മാത്രമേ നമുക്കത് ചെല്ലാൻ പറ്റുക. ശരി, ഇനി നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലി, ഏതെങ്കിലും ഒന്ന് ചൊല്ലി, പിന്നെ നമ്മൾ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഫാത്തിഹ കൊണ്ട് ഓതി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം ഫാത്തിഹ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതി തുടങ്ങിയാൽ നീ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, ഏതെങ്കിലും ഒന്ന് പിശാചിൽ നിന്നും രക്ഷ തേട്ടം നീ നടത്തണം. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയാം. അതിലൊരു മസ്അല, ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണോ, അതല്ല ആദ്യത്തെ റക്അത്തിൽ മാത്രം പറഞ്ഞാൽ മതിയോ? അതിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? നമസ്കാരം എല്ലാം ഒറ്റൊന്നാണ്, നമസ്കാരം മുഴുവൻ ഒറ്റൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങി. രണ്ടാമത്തെ റക്അത്തായാലും ഖിറാഅത്ത് മുറിഞ്ഞിട്ടില്ല, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ അഊദു ചെല്ലേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ റക്അത്തിലൊക്കെ അങ്ങനെ തന്നെ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ റക്അത്ത് നമ്മൾ കഴിഞ്ഞു, സൂറത്ത് ഓതി കഴിഞ്ഞു, പിന്നെ റുക്കൂ ചെയ്തില്ലേ, അവിടെ ദിക്ർ ചൊല്ലി, ഇഅ്തിദാലിൽ ദിക്ർ ചൊല്ലി, അപ്പോൾ ഖിറാഅത്ത് മുറിഞ്ഞു. ഇനി രണ്ടാമത്തെ റക്അത്തേക്ക് നീക്കുമ്പോൾ നമ്മൾ വീണ്ടും തഅവ്വുദ് നടത്തണം. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ കാണാം. അല്ലാഹു അഅലം. അതിൽ പ്രബലമായ അഭിപ്രായമായിട്ട് മനസ്സിലാവുന്നത് നമ്മൾ ഒറ്റ തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ മതി. അപ്പോൾ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ മാത്രം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ മതി. അല്ലാഹു അഅലം. അങ്ങനെ നമ്മൾ തഅവ്വുദ് നടത്തി, പിന്നെ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ ചെല്ലണം. ബിസ്മി ഓരോ റക്അത്തിലും ആവർത്തിക്കണം. അപ്പോൾ അവിടെ ഒരു മസ്അല വരുന്നത് എന്താ വെച്ചാൽ, ഫാത്തിഹ എല്ലാ റക്അത്തിലും ചെല്ലണം നിർബന്ധമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിൽ പെട്ടതാണോ? ഫാത്തിഹയിൽ പെട്ടതാണെങ്കിൽ നിർബന്ധമായിട്ടും ചെല്ലണം. കാരണം ഫാത്തിഹ ചൊല്ലിയില്ലേ നമസ്കാരമല്ല. ഫാത്തിഹയിൽ പെട്ടതല്ലെങ്കിലോ ചെല്ലൽ നിർബന്ധമല്ല. അപ്പോൾ ഫാത്തിഹയിൽ പെട്ടതാണോ? അതാണ് അടുത്തൊരു മസ്അല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. എന്താണ് അവർക്കുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം, നിനക്ക് നാം സബ്ഉൽ മസാനി ആവർത്തിച്ച് വരുന്ന 7 വചനങ്ങൾ തന്നിരിക്കുന്നു. അതേതാണ്? അത് ഫാത്തിഹയാണ്. അപ്പോൾ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത് എന്ന് ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ 7 ആയത്തുകൾ എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അപ്പോൾ ബിസ്മി കൂട്ടുമ്പോഴാണ് 7 ആയത്തുകളാവുന്നത്. അപ്പോൾ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. എന്നാൽ രണ്ടാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു അഅലം, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാവുന്നത്, ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വതന്ത്രമായ ആയത്താണത്, ഫാത്തിഹയിൽ പെട്ടതല്ല. അതെങ്ങനെ പറയും? അതിനൊരു തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ കാണാം. റസൂൽ പറയാണ്, ഖസ്സംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ ഫാത്തിഹയെ 2 ആക്കി ഭാഗിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹ് പറയാണ്, ഫഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാല അർറഹ്മാനിർ റഹീം, അടിമ അർറഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു.
അതേപോലെ അടിമ മാലിക് യൗമിദ്ദീൻ പറഞ്ഞ അള്ള പറയും മജ്ജദിനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അടിമ ഇയ്യാക്കൻ അബ്ദു ഇയ്യാക്കൻ നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും വലി അബ്ദി വഹാദ ബൈനി വബൈനി വലി അബ്ദി മാസൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്, ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹു എങ്ങനെ ഫാത്തിഹ തുടങ്ങിയത്? അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെന്താ മനസ്സിലാവണേ? ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല. രണ്ടാമത്തെ തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തം മിനൽ ഖുർആനി 30 ആയ, ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ഷഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, പിന്നെ സൂറത്ത് എന്നും ഓതുന്ന ആൾക്ക് പരലോകത്ത് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ആ സൂറത്ത് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും എന്ന് റസൂൽ പറഞ്ഞു. ആ സൂറത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുണ്ട് എന്നാണ് റസൂൽ പറഞ്ഞത്. ബിസ്മി കൂട്ടാതെ ഇങ്ങനെ എണ്ണി നോക്കിയാൽ സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാവുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം അതാണ്, ഖുർആനിൽ 7 ആയത്തുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബിസ്മി കൂട്ടാതെ എങ്ങനെ ഫാത്തിഹയിൽ 7 ആയത്താവും? അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അത് എണ്ണി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പോൾ അതെങ്ങനെ പറയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാ ആയത്തുകളും നോക്ക് ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം ഒക്കെ ഒരേപോലെ ഒരു വരിയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ മാത്രം കുറേയുണ്ട്, 3 വരിയുണ്ട്. അപ്പോൾ അത് ഖുർആൻ്റെ ഈ ഘടനയോട് യോജിക്കൂല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഒരായത്താണ്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ വേറൊരായത്താണ്. അങ്ങനെയാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അതിനെ വ്യാഖ്യാനിച്ചതായി കാണാൻ പറ്റുന്നത്. അല്ലാഹു അഅലം. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രബലമായി മനസ്സിലാവുന്നത് ബിസ്മി എന്തല്ല, ഫാത്തിഹയിൽ പെട്ടതല്ല. പക്ഷേ ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിസ്മി എന്തായാലും എല്ലാ റക്അത്തിലും ചെല്ലണം. കാരണം ഏതഭിപ്രായം ശരിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എല്ലാ റക്അത്തിലും നമ്മൾ ചെല്ലണം. ഹുക്കുമുൽ ജഹിരി ബിൽ മസ്മലത്തി ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ ബിസ്മി ഉറക്ക ഓതണം. മഗ്മൂം എന്തായാലും മെല്ലെ ഓതേണ്ടത്, എന്നാൽ ഇമാമ് ബിസ്മി ഉറക്ക ഓതണോ? അപ്പോൾ ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബാ ബക്രിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ കാനു യഫ്തതിഹൂന ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂൽ നമസ്കാരം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ്. അഥവാ ബിസ്മി പതുക്കെയാണ് അവർ ചെല്ലിയിരുന്നത് എന്നർത്ഥം. അപ്പോൾ ബിസ്മി പതുക്കെയാണ് ചെല്ലേണ്ടത്. എന്നാൽ മറ്റൊരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ഹറു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉറക്ക ഊതിയിരുന്നു. അപ്പോൾ അത് ജംഅ ചെയ്ത് കൂട്ടി വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂലിൻ്റെ എല്ലാ സമയത്തും ഉള്ള പ്രവർത്തനം എന്താ? ബിസ്മി പതുക്കെ ഓതുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുന്നത്ത് ബിസ്മി പതുക്കെ ഓതുക എന്നുള്ളതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക ഓതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ബിസ്മി ഉറക്ക ഓതിയെന്ന് വിചാരിച്ചു ബിദ്അത്താണ് ചെയ്തത്, ഓൻ്റെ നിസ്കാരം ബാത്തിലായി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓൻ ചെയ്തതും സുന്നത്തിനോട് ചോദിച്ചു വരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് സ്ഥിരമാക്കാൻ പറ്റുമോ? ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തിരുന്നത് ബിസ്മി പതുക്കെ ഓതുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പതുക്കെ ഓതലാണ്. എന്നാൽ ഒരാൾ ഉറക്ക ഓതിയെന്ന് വിചാരിച്ച് അത് സുന്നത്തിനെതിരൊന്നും അല്ലതാനും. അല്ലാഹു അഅലം. ഇനി ഫാത്തിഹ നമ്മൾ ദുആൽ ഇസ്തിഫ്താഹ് നടത്തി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. ഫാത്തിഹ ഓതൽ എന്താണ്? റുക്കിനാണ് അല്ലേ? ഫാത്തിഹ ഓതിയിട്ടില്ലേ നിസ്കാരം ശരിയല്ല. റസൂൽ ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തിൽ കിതാബ് അഥവാ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ആർക്കൊക്കെ? ഇമാമിനും ഒറ്റക്ക് നമസ്കരിക്കുന്ന ആൾക്കും. അപ്പം മഅ്മൂമിന് ഫാത്തിഹ ഓതൽ നിർബന്ധമല്ലേ? ഇമാമിനും ഒറ്റക്ക് നമസ്കരിക്കുന്ന ആൾക്കും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം ബാത്തിലാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഒരു ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, അദ്ദേഹം 4 റക്അത്തിൽ നിസ്കാരം 4 നിസ്കരിച്ചു, 5-ാമത്തെ റക്അത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ എല്ലാവരും സുബ്ഹാനല്ലാഹ് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇരിക്കണില്ല. ആ നിസ്കാരമൊക്കെ പൂർത്തിയാക്കി അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 റക്അത്തിൽ ഫാത്തിഹ ഓതാൻ മറന്നു. അപ്പോൾ ആ റക്അത്തിൽ നിന്ന് മടക്കി നിസ്കരിക്കണം. കാരണം ഫാത്തിഹ റുക്കിന, ഫാത്തിഹ നഷ്ടപ്പെട്ടാൽ നിസ്കാരം
ശരിയാവില്ല, ആ റുക്കിന് നഷ്ടപ്പെടും, അത് തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ ഖിറാഅത്തുൽ ഫാത്തിഹത്തിൽ മഅ്മൂമിന് ഫാത്തിഹ ഓതൽ നിർബന്ധമുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ വ്യത്യാസമുള്ളൊരു മസലയാണ്. 3 അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിസ്കാരം 2 രൂപത്തിലാണ്. ഒന്ന് രഹസ്യമായ നിസ്കാരം, 2 പരസ്യമായ നിസ്കാരം. രഹസ്യമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ളുഹറും അസറും പതുക്കോദന നിസ്കാരങ്ങൾ. പരസ്യമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹ്, മഗ്രിബ്, ഇശാ ഉറക്കോദന നിസ്കാരങ്ങൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഏത് നിസ്കാരം രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ 5 വഖത്തിലും ഫാത്തിഹ മഅ്മൂം ഓതൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം 5 വഖത്തിലും മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, മഅ്മൂം ഉണ്ടാതിരുന്നാൽ മതി, ഇമാമിൻ്റെ ഫാത്തിഹ കേട്ടാൽ മതി. മൂന്നാമത്തെ ഒരു അഭിപ്രായം രഹസ്യമായ നമസ്കാരത്തിൽ അഥവാ ളുഹറും അസറും അതിൽ നമ്മൾ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുന്നുണ്ടോ? ഇല്ല, അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതണം. പരസ്യമായ നിസ്കാരങ്ങൾ സുബഹും മഗ്രിബും ഇശാവും അതിൽ നമ്മൾ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, ഫാത്തിഹ ഓതേണ്ട ആവശ്യമില്ല. 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ അഭിപ്രായം 5 വഖത്തിലും ഫാത്തിഹ ഓതണം, നിർബന്ധം. 2 5 വഖത്തിലും ഫാത്തിഹ ഓതണ്ട, മുണ്ടാതിരുന്നാൽ മതി. മൂന്നാമത്തത് ളുഹറിലും അസറിലും രഹസ്യമായ നിസ്കാരങ്ങളിൽ ഓതണം. അല്ലെങ്കിൽ ഇമാമിൻ്റെ ഓത്ത് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം, കുറേ ആൾക്കാർ നമ്മൾ കുറേ പിന്നില്ല ഇമാമിൻ്റെ ഓത്ത് കേൾക്കണില്ല, അപ്പോൾ ഓതണം, പരസ്യമായതിൽ ഓതണ്ട. അപ്പോൾ 3 അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കാണാം. അതിലേതാണ് ഇപ്പോൾ ശരിയായ അഭിപ്രായം? ഒന്നാമത്തെ അഭിപ്രായം 5 വഖത്തിലും ഫാത്തിഹ നിർബന്ധമായും മഅ്മൂം ഓതണം. ഈ അഭിപ്രായമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി, ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായം ഈ അഭിപ്രായമാണ്, 5 വഖത്തിലും ഫാത്തിഹ ഓതണം. അപ്പോൾ അവരെന്താണ് അതിന് തെളിവ് പറഞ്ഞത്? ഒരു തെളിവ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അപ്പോൾ ഫാത്തിഹ മഅ്മൂമും ഇമാമും എല്ലാവരും ഓതണം. രണ്ടാമത്തെ ഒരു തെളിവ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ സ്വഹാബത്ത് ഇങ്ങനെ കൂടെ ഓതാൻ തുടങ്ങി, സൂറത്തൊക്കെ ഓതുക നബിയുടെ കൂടെ. അപ്പോൾ നിസ്കാരം കണ്ട് നബി ചോദിച്ചു, നിങ്ങൾ ലഅല്ലക്കും തഖ്റഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിൻ്റെ കൂടെ നിങ്ങൾ പിന്നിൽ ഓതുണ്ടോ? അപ്പോൾ ഉണ്ട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഒഴികെ. ഫാത്തിഹ ഓതണം അർത്ഥം, കാരണം ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഹാ, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ഇപ്പോൾ റസൂൽ ആരോടാ പറയുന്നത്? മഅ്മൂമിങ്ങളോട് ഫാത്തിഹ ഓതണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൂന്നാമത്തെ ഒരു തെളിവ് റസൂൽ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തൻ ലം യഖ്റഅ ഫിഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജുൻ, ഒരാൾ നമസ്കരിച്ചു അവനതിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം അപൂർണമാണ്. അപ്പോൾ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് താബികൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇന്നാ നകൂനു വറാഅൽ ഇമാം, അബൂ ഹുറൈറ ഞങ്ങൾ ഇമാമിൻ്റെ പിന്നിലല്ലേ, അപ്പോൾ ഞങ്ങളെങ്ങനെ ഫാത്തിഹ ഓതുക? അപ്പോൾ അദ്ദേഹം പറയണം, ഇഖ്റ ബിഹാ ഫീ നഫ്സിക, മനസ്സിലോദിക്കോ അഥവാ മെല്ലെ നീ ഓദിക്കോ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടില്ല? ഇജ് ഫാത്തിഹ ഓതണ്ട, കേട്ടുന്നാതി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 5 വഖത്തിലും മഅ്മൂം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം, മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, ഒന്നിലും 5 വഖത്തിലും ഓതേണ്ടതില്ല. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതർ. ഹനഫി മദ്ഹബൊക്കെ ഈ അഭിപ്രായമാണ്. അതേപോലെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞവരാണ്. അപ്പോൾ അവരെന്താണ് അതിന് തെളിവ് പറഞ്ഞത്? അവരതിന് തെളിവ് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മൻ കാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ആർക്കെങ്കിലും ഒരു ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ പാരായണം അവൻ്റെ കൂടി പാരായണമാണ്. അപ്പോൾ ഇമാമിൻ്റെ പാരായണം അവൻ്റെ കൂടി പാരായണമാണ്. അപ്പോൾ ഇമാം ഓതുമ്പോൾ അവന് മിണ്ടാതിരുന്നാൽ ഇമാമ് അവൻ്റെ ഏറ്റെടുക്കും. അപ്പോൾ 5 വഖത്തിൽ ഇമാം ഓതുണ്ടല്ലോ, അതുകൊണ്ട് അവൻ ഓതേണ്ട ആവശ്യമില്ല. അതാണ് രണ്ടാമത്തെ ഒന്ന്. അബൂബക്കറത്ത റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് അല്ല, അബൂബക്കറത്ത റളിയല്ലാഹു അൻഹു വേറെ സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കെ നിസ്കാരത്തിലേക്ക് വന്നു. അപ്പോൾ നബി റുക്കൂയിലാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സൊഫിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് റുക്കൂ ചെയ്തു. റുക്കൂയിൽ ഇമാമിൻ്റെ ഒപ്പം കിട്ടിയ റക്കായത്ത് കിട്ടുമല്ലോ, അപ്പോൾ ഇമാമിൻ്റെ ഒപ്പം കിട്ടാൻ വേണ്ടി അദ്ദേഹം സൊഫിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ റുക്കൂ ചെയ്തു. എന്നിട്ട് നടന്ന് സൊഫിലേക്കാണ് പോയി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാ അപ്പോൾ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസൻ വലാ തഉത്, അള്ളാഹു നിൻ്റെ ആഗ്രഹം വർദ്ധിപ്പിച്ചു തരട്ടെ. നിസ്കാരം കിട്ടാൻ ആഗ്രഹം, പക്ഷെ ഇനി ചെയ്യരുത്.
അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഫാത്തിഹ കിട്ടിയിക്കണോ? ഇല്ല. റസൂൽ എന്ത് പറഞ്ഞിട്ടില്ല? എനിക്ക് ഫാത്തിഹ കിട്ടിയില്ലല്ലോ, നീച്ച് നിസ്കരിക്കോ റക്കായത്തെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫാത്തിഹ ഓതേണ്ടതില്ല. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം രഹസ്യമായ നിസ്കാരങ്ങളിൽ അഥവാ ളുഹ്ർ അസ്ർ, അതിൽ നമ്മൾ ഇമാമിൻ്റെ ഒത്ത് കേൾക്കുന്നില്ല. അതുപോലെ നമ്മൾ കുറേ ദൂരത്താണ്, ഇമാമിൻ്റെ ഒത്ത് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇമാമിൻ്റെ ഒത്ത് കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ഓതണം. ഇമാമിൻ്റെ ഒത്ത് കേൾക്കുന്ന നമസ്കാരങ്ങളിൽ നമ്മൾ ഓതാൻ പാടില്ല. അവർ തെളിവ് പറഞ്ഞത് ആയത്താണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ നമ്മൾ കേൾക്കല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. ഇനി ഇമാം ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതുകയാണെങ്കിലോ, അപ്പോൾ ഫാത്തിഹ ഓതാൻ പറ്റുക നമുക്ക് ഇല്ല. കാരണം ഇമാം സൂറത്ത് ഓതുകയാണെങ്കിൽ സൂറത്തും ഖുർആനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. അതേപോലെ ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി. ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിന്തുടരാൻ വേണ്ടിയാണ്. ഇദാ കബ്ബറ ഫകബ്ബിറു. ഇമാം തക്ബീർ കെട്ടിയാൽ നിങ്ങൾ തക്ബീർ കെട്ടുക. വ ഇദാ ഖറഅ ഫഅൻസിതു. ഇമാം ഓതി തുടങ്ങിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇപ്പോൾ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടരുത്. ആയത്തിലും വന്നു, ഹദീസിലും വന്നു. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മുമ്പോട്ട് വെച്ച അഭിപ്രായം ഈ അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മൾ 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിൽ 2 അഭിപ്രായങ്ങൾ ശക്തമാണ്. ഒന്ന്, 5 വഖത്തിലും ഇമാം ഫാത്തിഹ ഓതണം, മഅ്മൂം ഫാത്തിഹ ഓതണം, രഹസ്യമാണ് പരസ്യമാണ് ഒക്കെ ഓതണം. രണ്ടാമത്തെ അഭിപ്രായം രഹസ്യമായതിൽ ഓതണം, പരസ്യമായതിൽ ഓതേണ്ടതില്ല. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ സൂക്ഷ്മമായിട്ട് തോന്നുന്ന അഭിപ്രായം 5 വഖത്തിലും മഅ്മൂം ഓതണം എന്നുള്ളതാണ്. 5 വഖത്തിലും മഅ്മൂം ഓതണം. എന്നാൽ ളുഹറിലും അസറിലും ഓതിയാൽ മതി, സുബഹിലും മഗ്രിബിലും ഇശായിലും ഓതേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞവരും ശക്തമായ തെളിവുകളാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് 2 അഭിപ്രായം സ്വീകരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് സൂക്ഷ്മതയ്ക്ക് നല്ലതായി തോന്നുന്നത് 5 വഖത്തിലും മഅ്മൂം ഓതുക എന്നുള്ള അഭിപ്രായമാണ്. അല്ലാഹു അഅലം. അത് പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ, അഥവാ ഇമാം ഓതിയിട്ട് മഅ്മൂമീങ്ങൾക്ക് ഓതാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇമാം സൂറത്ത് ഓതുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കൊടുക്കുക. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമായിരുന്നു. അപ്പോൾ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹു അഅലം. അപ്പോൾ ഒരു സംശയമാണത്. അപ്പോൾ ഇനി മഅ്മൂം ഫാത്തിഹ ഓതണമെങ്കിൽ എപ്പോൾ ഓതണം? അപ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ ഓതുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം. ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ഓതുക. സൂറത്ത് ഇമാമിൻ്റെ കൂടെ മഅ്മൂം ഒരിക്കലും ഓതാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ ഓതുണ്ടോ? അതേ പറഞ്ഞപ്പോൾ റസൂൽ എന്താണ്, ലാ തഫ്അലു, അങ്ങനെ ചെയ്യരുത്, ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഒഴിക്കുക, അത് നിങ്ങൾ ഓതണം, സൂറത്ത് നിങ്ങൾ ഓതരുതേ എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ ഇമാമ് ഓതുന്നത് അറിയണ സൂറത്താണെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക, ഓതാൻ പാടില്ല. ഒപ്പം ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതുക. ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ പറ്റുമോ? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സുലൈമാൻ റോഹില അഫ്ളൊക്കെ പറഞ്ഞത്, ഇമാമ് 2 രൂപത്തിലായിരിക്കും. ഒന്നെങ്ങനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ ഓതിയ പോലെ ഓതാം, അഥവാ മുറിച്ച്. ഇപ്പോൾ റസൂലിൻ്റെ ഓത്തെങ്ങനെ, ഖിറാഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ യഖ്തഉഹാ ആയത്തൻ ഖത്അൻ. ഇതാണ് ഹദീസിൽ വന്ന്. അഥവാ റസൂൽ ഒരു ആയത്ത് ഓതിയിട്ട് പിന്നെ അടുത്ത ആയത്ത് ഇങ്ങനെ സാവധാനം പതുക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓതുന്ന ഒരു ഇമാമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് സമയമുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇമാമിൻ്റെ കൂടെ. ചിലപ്പോൾ ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ അങ്ങനെയുള്ള ഓത്താണെങ്കിൽ ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഫാത്തിഹയുടെ വിഷയത്തിൽ ഇമാമിനെ മുൻകടന്നാൽ പ്രശ്നമില്ല. തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞു, ഇമാമിനെ മുൻകടന്നാലോ ഇമാമിൻ്റെ കൂടെ ചെയ്താലോ തക്ബീറത്തുൽ ഇഹ്റാം ബാത്തിലാണ്, നിസ്കാരം ശരിയല്ല. എന്നാൽ ഫാത്തിഹ ഇമാമിനെ മുൻകടന്നാൽ പ്രശ്നമില്ല. ഒരാൾ ഫാത്തിഹയിൽ ഇമാമിനെ മുൻകടന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ലതെന്താണ്, ഇമാം ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് ഇമാമിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഓതുക എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ളുഹ്റിന് നമുക്ക് സൂറത്ത് ഓതാം, ളുഹ്റിനും അസറിനും ഓതാം. ഇമാമ് പരസ്യമായി നിസ്കരിക്കൂലേ, അപ്പോൾ ഇമാമിൻ്റെ ഒത്ത് കേൾക്കൂലേ, ആ സമയത്ത് നമ്മൾ ഓതാൻ പാടില്ല. കാരണം അനുസ്വത്വങ്ങൾ മിണ്ടാതിരിക്കണം. ഫാത്തിഹ പിന്നെ നിർബന്ധം അറിഞ്ഞുകൊണ്ടാണ് അയ്യ നമ്മൾ ഓതുന്നത്, സൂറത്ത് നിർബന്ധമല്ലല്ലോ. സൂറത്തോ ഏതിൽ? ളുഹ്റിലും അസറിലും ഓതാ, ളുഹ്റിലും അസറിലും ഓതാ.
പ്രശ്നമില്ല, സൂറത്ത് സുന്നത്താണ്. സൂറത്ത് നമ്മൾ പറയും സൂറത്ത് സുന്നത്തായ ളുഹ്ർ അസ്ർ നമസ്കാരങ്ങളിൽ ഓതാം, സുന്നത്താണ്, നല്ലതാണ്. എന്നാൽ സുബ്ഹ് മഗ്രിബ് ഇശാ നമസ്കാരങ്ങളിൽ ഓതാൻ പാടില്ല, അവിടെ സുന്നത്തില്ല, അവിടെ ഓതാൻ പാടില്ല സൂറത്ത്. അല്ലാഹു അലം. ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ ഫഖദ് അജ്സഅത് അൻഹു. ഒരാൾ ഫാത്തിഹ ഓതിയാൽ അത് മതി ഓനിക്ക്. വമൻ സാദ ഫഹു അഫ്ളൽ. ആരെങ്കിലും അധികരിപ്പിച്ചാൽ അത് ഉത്തമമാണ്. അത് ഏത് ഓതാം, ഏത് സൂറത്തും കഷ്ണമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓതാം. ഞാൻ സൂറത്ത് ഓതുന്നതിൽ ചില അഫ്ളലായ രൂപങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇല്ല, അങ്ങനൊന്നുമില്ല, ഒരായത്ത് ഓതിയാലും പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം ഒരിക്കൽ ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് സുജൂദും റുക്കുവും ചെയ്ത് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. രാവിലെ വരെ ഒറ്റ ആയത്ത് ഓതിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാഹു അലം. അതൊരു ചോദ്യമാണ്. അഥവാ നമ്മൾ വന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇമാമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വജ്ഹത്ത് ഓതണോ എന്നുള്ളതാണ്. ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞു സൂറത്ത് ഓതാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ നോക്കുക വലിയ സൂറത്താണോ, കുറേ ഓതുമോ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കുറേ സമയമുണ്ട് എങ്കിൽ വേഗം ദുആഉൽ ഇസ്തിഫ്താഹ് ഓതുക, ഫാത്തിഹ ഓതുക. നേരെ മറിച്ച് നമുക്ക് സമയമില്ല, ഇമാമ് ചെറിയ സൂറത്ത് ഓതണം, അല്ലെങ്കിൽ കുറച്ച് ഓതുള്ളൂ, നമുക്കറിയാം. പിന്നെ സൂറത്തുൽ ഫുർഖാൻ്റെ അവസാനത്തെ അര പേജാ ഓതണുള്ളൂ, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് ചെല്ലാൻ പാടില്ല, വേഗം ഫാത്തിഹ ഓതുക. കാരണം ഫാത്തിഹ നിർബന്ധം, മറ്റേ സുന്നത്താണ്. അപ്പോൾ നമ്മൾ വേഗം ഫാത്തിഹ. അപ്പോൾ ഫാത്തിഹ ഇമാം ഓതുമ്പോഴാണ് വന്നു വെച്ചാൽ മിണ്ടാതിരിക്കുക. ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ വേഗം നമ്മൾ തുടങ്ങുക. ഇനി ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വന്നത് വെച്ചാൽ നമ്മൾ നോക്കുക വലിയ സൂറത്താണോ, കുറേ സമയമുണ്ടോ, ദുആഉൽ ഇസ്തിഫ്താഹ് ഓതുക, ഫാത്തിഹ ഓതുക. സമയമില്ല, അപ്പോൾ റുകൂക്കും, എന്നാൽ വേഗം ഫാത്തിഹ ഓതുക. ഫാത്തിഹ മുഴുവനാക്കാൻ കഴിയാത്തൊരു അവസ്ഥ. ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അവിടെ എത്തിക്കണം, അപ്പോഴാണ് ഇമാം റുകൂക്ക് പോയി. അപ്പോൾ വേഗം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ കൂടിയല്ലേ ഉള്ളൂ, അത് വേഗം ചെല്ലുക, വേഗം റുക്കൂയിലേക്ക് പോവാം. നേരെ മറിച്ച് ഒരാൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിലും മാലിക് യൗമിദ്ദീനിലൊക്കെ എത്തിയിട്ടുള്ളൂ എങ്കിൽ അവിടെ വെച്ച് ഫാത്തിഹ മുറിക്കുക, വേഗം ഇമാമിൻ്റെ കൂടെ റുക്കൂയിലേക്ക് പോവുക. കാരണം ഇമാമിൽ നിന്ന് ഒരു റുക്കിന്, ഇപ്പോൾ റുക്കൂ എന്നത് ഇമാമിൽ നിന്ന് പിന്തിക്കഴിഞ്ഞാൽ ഇമാം ഇത്താലിക്ക് വന്നിട്ട് നമ്മൾ റുക്കൂക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇമാം റുക്കൂയിലേക്ക് പോയാൽ വേഗം ഫാത്തിഹ തീരാനായിട്ടുണ്ടെങ്കിൽ വേഗം തീർക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ച് മുറിക്കുക, വേഗം റുക്കൂയിലേക്ക് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.